ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ നമ്മളുടെ 2025 ജൂൺ എക്സാമിന് വേണ്ടിയിട്ടുള്ള അസൈൻമെൻറ്റ് സബ്മിഷൻ്റെ ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാത്തിരുന്ന ഒരു കാര്യമായിരുന്നു. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു 31 മാർച്ചിന് ശേഷം എന്തായാലും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യും എന്നുള്ളത്. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ നമുക്ക് വന്നിട്ടുണ്ട്, നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. 31 മാർച്ചിൽ തന്നെ നമുക്ക് ആ ഒരു നോട്ടിഫിക്കേഷൻ ഇഗ്നോയുടെ ഒഫീഷ്യലി വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് എക്സ്റ്റൻഷൻ ഓഫ് ലാസ്റ്റ് ഡേറ്റ് ഫോർ സബ്മിഷൻ ഓഫ് അസൈൻമെൻറ്റ് മാത്രമല്ല, പ്രൊജക്ട് റിപ്പോർട്ട്, ഫീൽഡ് വർക്ക് ജേണൽ, പ്രാക്ടിക്കം, അതുപോലെ തന്നെ ഉള്ള ഇൻറ്റേൺഷിപ്പ് റിപ്പോർട്ട്, അങ്ങനെയുള്ള കാര്യങ്ങൾ ഓഡിയൽ പ്രോഗ്രാമുകാർക്കും ഓൺലൈൻ പ്രോഗ്രാമുകാർക്കും 2025 ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നീട്ടിയിട്ടുണ്ട്. ആ ഒരു ഡേറ്റ് എന്ന് പറയുന്നത് നമുക്ക് 13th ഏപ്രിൽ വരെയാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുള്ളത്. ചില സ്റ്റഡി സെൻറ്റേഴ്സ് ആദ്യം തന്നെ അവരുടെ ആ ഒരു ഡേറ്റ് പറയാറുണ്ട്, ഈ ഒരു ഡേറ്റിലാണ് നമുക്ക് സബ്മിഷൻ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു ഡേറ്റ് എപ്പോഴാണ് എന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ തന്നെ ചില സ്റ്റഡി സെൻറ്റേഴ്സ് പറയാറുണ്ട് അവർ ഈ ഒരു ഡേറ്റിലാണ്, അതായത് ഈ ഒരു ദിവസങ്ങളിലാണ് അവർ സബ്മിഷൻ നടക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ടൈം പീരീഡിനുള്ളിലാണ് 10 മണി മുതൽ 4 മണി വരെ, അങ്ങനെയൊക്കെയാണ് ചില സ്റ്റഡി സെൻറ്റേഴ്സ് പറയാറുള്ളത്. അപ്പോൾ നിങ്ങളുടെ സ്റ്റഡി സെൻറ്റേഴ്സിൻ്റെ എപ്പോഴാണ് ടൈം, ഡേറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. ഈ ഒരു അസൈൻമെൻറ്റ് സബ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എന്നൊന്നുമില്ല, നിങ്ങൾക്ക് ആരെങ്കിലും പറഞ്ഞു വിടാവുന്നതാണ്. അതല്ല എങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റായിട്ട് അയക്കാവുന്നതാണ്. എങ്ങനെയാണ് പോസ്റ്റായിട്ട് അയക്കേണ്ടത്, അതുപോലെ തന്നെ എങ്ങനെയാണ് അത് ട്രാക്ക് ചെയ്യുക, അവിടെ എത്തിയെന്ന് എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇനി നിങ്ങൾ ഇനിയും നിങ്ങളുടെ അസൈൻമെൻറ്റ് തുടങ്ങിയിട്ടില്ല, എങ്ങനെയാണ് തുടങ്ങുക എന്നറിയില്ല, അങ്ങനെയുള്ള ആൾക്കാർക്ക് എങ്ങനെയാണ് നമ്മളുടെ അസൈൻമെൻറ്റ്, നല്ല ഒരു അസൈൻമെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെയുള്ള ഒരു വീഡിയോ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടത് എന്നറിയില്ല എങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങളുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട്, ഇഗ്നോയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോവുക. അവിടെ നിങ്ങൾ മൊബൈൽ ഫോണിലാണ് നോക്കുന്നത് എങ്കിൽ നിങ്ങളുടെ മുകൾ ഭാഗത്തായിട്ട് ഒരു 3 ബാർ കാണാം. ആ ഒരു 3 ബാറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾക്ക് കാണാം സ്റ്റുഡൻറ്റ് സർവീസ് എന്ന് കാണാം. ആ ഒരു സ്റ്റുഡൻറ്റ് സർവീസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള കുറച്ച് ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. ആ ഒരു ഓപ്ഷനിൽ നിങ്ങൾ ഡൗൺലോഡ് എന്നുള്ള ഭാഗത്താണ് ക്ലിക്ക് ചെയ്യേണ്ടത്. ഇനി ഇതുപോലെ നിങ്ങൾ പോകുന്നില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് അടിച്ചു കൊടുക്കുക ഇഗ്നോ അസൈൻമെൻറ്റ് 2025. നിങ്ങളുടെ അസൈൻമെൻറ്റിൻ്റെ പേരെന്താണോ ആ ഒരു അസൈൻമെൻറ്റിൻ്റെ പേര് കൂടി അവിടെ മെൻഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് വെബ്സൈറ്റ്സ് കിട്ടും. അതിൽ നിങ്ങളുടെ അസൈൻമെൻറ്റ്, അതിൻ്റെ ഡേറ്റ് നിങ്ങൾ പ്രത്യേകം നോക്കണം. നിങ്ങൾക്ക് ഇപ്പോൾ വാലിഡ് ആയിട്ടുള്ള അസൈൻമെൻ്റ് ആണോ അത് എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒഫീഷ്യൽ വെബ്സൈറ്റിലോട്ട് പോകുമ്പോൾ ഇതുപോലെയാണ് നമുക്ക് ഉണ്ടായിരിക്കുക. ഇതിൽ എല്ലാ കോഴ്സിൻ്റെയും ഉണ്ടായിരിക്കും. മാസ്റ്റർ, നിങ്ങൾ ബാച്ചിലർ ഡിഗ്രിയാണ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെത്, അങ്ങനെയുള്ള എല്ലാ കോഴ്സിൻ്റെയും ഡീറ്റെയിൽസ് അവിടെ ഉണ്ടായിരിക്കും. അതിൽ നിങ്ങളുടെ കോഴ്സ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ പ്രത്യേകത്തിലുള്ള സബ്ജക്റ്റ്, അപ്പോൾ ഇതിൻ്റെയും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയും ലിങ്ക് താഴെ കൊടുക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ യൂസ്ഫുള്ളായെന്ന് കരുതുന്നു. നിങ്ങൾ ഇനിയും നിങ്ങളുടെ അസൈൻമെൻറ്റ് തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇനിയും തുടങ്ങാനുള്ള സമയമുണ്ട്. നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്